വെറും 20 ലക്ഷം രൂപക്ക് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന തോട്ടുമുക്കത്തിനടുത്ത് എടക്കാട്ടുപറമ്പ് ഭാഗത്ത് ഈ കാണുന്ന വാർപ്പ് വീടോട് കൂടിയിട്ടുള്ള ഒരു 50 സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു സ്ഥലം മൾട്ടി പർപ്പസ് യൂസ് എന്ന് പറയാം. ആ രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം, സിറ്റ് ഔട്ട്, കിച്ചൺ, ഡൈനിങ്, 2 ബെഡ്റൂം എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു വീട്ടിൽ നിലവിൽ വാടകക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ പ്രോപ്പർട്ടി, നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള ഈ ഒരു 50 സെന്റ് പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെയുള്ള തെങ്ങ്, അതുപോലെ കമുക്, അതുപോലെ കുരുമുളക് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം ഇതിന്റെ ഒരു സിറ്റ് ഔട്ട് പോർഷനിലേക്കാണ് കയറി വരുന്നത്. സിറ്റ് ഔട്ട് പോർഷനിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെന്നാൽ ഡൈനിങ്, പിന്നെ ഈ ഒരു പോർഷനിലേക്ക് മറ്റൊരു ബെഡ്റൂം, അതുപോലെ അപ്പുറത്തെ ഭാഗത്ത് ഒരു കിച്ചൺ. ഈ കിച്ചൺ എന്ന് പറയുന്നത് പുകയില്ലാത്ത അടുപ്പോട് കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല രീതിയിലുള്ള ഒരു കിച്ചണാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിലവിൽ റെന്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രോപ്പർട്ടി. നല്ല രീതിയിലുള്ള ഒരു റെന്റും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ പ്രോപ്പർട്ടിയിൽ കുറെ തെങ്ങുകളും കവുങ്ങും കുരുമുളകും ഒക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഈ ഓരോ തെങ്ങിലും കവുങ്ങിലും ഒക്കെ ഇത്തരത്തിൽ നല്ല വളർച്ചയുള്ള വളരെ നല്ല രീതിയിലുള്ള കുരുമുളകുകളാണ് ഇങ്ങനെ കയറ്റിയിട്ടുള്ളത്. ഇതിനൊക്കെ പുറമെ തെങ്ങിനും കവുങ്ങിലും ഒന്നും മാത്രമല്ല, ഈ പ്രോപ്പർട്ടിയിൽ ഇത്തരത്തിലുള്ള വേറെ കുറെ മരങ്ങളുണ്ട്. പ്ലാവ്, മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളിലേക്കും ഇത്തരത്തിൽ കുരുമുളക് കൊടികൾ നല്ല രീതിയിൽ, ഇപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ അറിയാം, നല്ല വളർച്ചയുള്ള നല്ല രീതിയിൽ വളർന്നിട്ടുള്ള കുരുമുളകുകളാണ്. വെറുതെ പറ്റിപ്പിടിച്ചു പോവുമല്ല, അതിലൊക്കെ നല്ല വളർച്ചയുള്ള കുരുമുളക് ചെടികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ പ്രോപ്പർട്ടിയിലുള്ള ഓൾമോസ്റ്റ് ചെറിയ മരങ്ങളിലും തെങ്ങിലും കവുങ്ങിലും ഒക്കെ ഈ കുരുമുളക് കൊടികൾ ഇപ്പോൾ കയറ്റി വിട്ടിട്ടുണ്ട്. കുരുമുളകിനെ സംബന്ധിച്ച് നമുക്ക് പറയാം, അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം നേടാവുന്ന ഒരു സാധനമാണ് ഇപ്പോൾ കുരുമുളക് എന്ന് പറയുന്നത്. ഈ വീട്ടിൽ വെള്ളം ലഭിക്കുന്നതിനായിട്ട് 2 സോഴ്സുകളുണ്ട്. ഒന്ന് താഴ്ഭാഗത്തൊരു കിണറുണ്ട്, രണ്ടാമത്തത് ജലനിധി പദ്ധതിയിലൂടെ കിട്ടുന്ന വെള്ളത്തിന്റെ ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ജലനിധിയിലൂടെ കിട്ടുന്ന വെള്ളം ഇതിലേക്ക് ശേഖരിച്ച് ഇവിടെ നിന്നാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതിനുള്ളൊരു ടാങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇവർ മുകളിലെ ടാങ്കിലേക്ക് അടിച്ചിട്ടാണ് ജലനിധി വെള്ളം ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ പ്രോപ്പർട്ടിയിൽ 2 സോഴ്സാണ് വാട്ടറിനുള്ളതെന്ന് പറഞ്ഞു. നല്ല വേനൽക്കാലത്ത് വറ്റുന്ന ഒരു കിണറാണ്, പക്ഷേ മഴക്കാലത്ത് നല്ല രീതിയിൽ ഇതിൽ വെള്ളം ഉണ്ടാവും. വേനൽക്കാലം ആവുന്ന സമയത്ത് ജലനിധിയിൽ നല്ല രീതിയിൽ വെള്ളം കിട്ടും. നമ്മൾ മോൾ ഭാഗത്ത് കണ്ടു, ജലനിധിയിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത്യാവശ്യം വെള്ളം എപ്പോഴും നമുക്ക് കിണറിൽ നിന്നായിട്ടോ ജലനിധിയിൽ നിന്നായിട്ടോ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. നമ്മുടെ ഈ വീടിനോട് ചേർന്നിട്ടുള്ള, നമ്മുടെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇപ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ചും കൂടി കയറി വന്നു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിൽ റബ്ബറിന്റെ വരുമാനം നിലവിൽ കിട്ടുന്നുണ്ട്. ഇനി അതല്ല, ഒരു ചെറിയ ഫാമൊക്കെ തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ട് ഫാം ചെയ്യാൻ പറ്റും. താഴെ നിന്ന് ആ റോഡ് കുറച്ചൊന്ന് വെട്ടി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തി ഒരു ഫാം ചെയ്യാൻ പറ്റും. ഇനി ഫാം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ള പണിക്കാർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു വീടും ഇവിടെ ഉണ്ട്. പിന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, ജലനിധി വെള്ളം ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിലൊരു കിണറും ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ 2 രീതിയിലൂടെയും വെള്ളം ലഭിക്കും. ഇത്തരത്തിലുള്ള ചെറിയ വിലയുള്ള പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ വീടുകളോ നോക്കുന്നവരാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ട് താഴെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ടയർ മാർക്കിൽ നമ്മൾ കല്ല് പതിച്ചിട്ടുണ്ട്. വലിയ വാഹനങ്ങളടക്കം ഇവിടെ വരുന്നതും കയറി പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോറിയൊക്കെ സുഖമായിട്ട് മുകളിലേക്ക് കയറി പോകുന്ന രീതിയിലുള്ള നല്ലൊരു റോഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ കരിങ്കല്ല് പതിച്ചിട്ടുള്ള നല്ലൊരു റോഡാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ വഴി സൗകര്യം ഈ പ്രോപ്പർട്ടിയിലേക്ക് സുഖമായിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, നിലവിൽ വാടകക്കാരുണ്ടെന്ന് പറഞ്ഞു, അവർക്കുള്ള കറണ്ട് സൗകര്യം കൊടുക്കുന്നതിനായിട്ടുള്ള പോസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ് പോസ്റ്റ് വരുന്നതെന്ന്. ഇനി നമ്മൾ മുകളിൽ ഫാമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴി നമുക്ക് ഈ ഒരു രീതിയിൽ നേരെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം നിലവിൽ ഇത് ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ ഈ സ്റ്റെപ്പിനെ കൺവേർട്ട് ചെയ്തിട്ട്
അത് വണ്ടി പോകുന്ന രീതിയിൽ വഴി വെട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് മുകളിലേക്ക് നമുക്ക് കയറി പോകാനായിട്ട് കഴിയും. ഇത് അധികം സ്റ്റീപ്പായിട്ടുള്ളതല്ല, ചെറിയൊരു ചെരിവ് മാത്രമേ ഉള്ളൂ. വണ്ടിയൊക്കെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു ചെരിവ് മാത്രമേ ഈ സ്റ്റെപ്പിനുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. എല്ലാ സൗകര്യങ്ങളുമുള്ള വഴി, വെള്ളം, കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള അത്യാവശ്യം വരുമാനമുള്ള ഈ വീട് അടക്കമുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.